ഹലോ. മലയാളത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒട്ടും ബുദ്ധിമുട്ടാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വലിയ വലിയ ഗ്രാമർ റൂളുകൾ പഠിച്ച് തല പുണ്ണാക്കാൻ നിൽക്കാതെ വളരെ സിമ്പിളായ ചില മാജിക് കോഡുകൾ ഉപയോഗിച്ച് നമുക്കിത് എളുപ്പമാക്കാം. അതെ, അതാണ് നമ്മളിന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നോക്കാൻ പോകുന്നത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ മാജിക് കോഡ് രഹസ്യം എന്താണെന്ന് നോക്കും, പിന്നെ ആക്ഷൻസ് ആൻഡ് ഡിസയേഴ്സ്, മൂന്നാമതായി ഫ്യൂച്ചർ ആൻഡ് ക്വസ്റ്റ്യൻസ്, ഒടുവിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള 5 വാചകങ്ങളും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ദ മാജിക് കോഡ് സീക്രട്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ചിന്താരീതി തന്നെയാണ് മാറ്റാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഗോൾഡൻ റൂൾ എന്താണെന്നോ? എപ്പോഴും ചെറിയ ചെറിയ മലയാളം ആശയങ്ങളിൽ ചിന്തിക്കുക എന്നത്. നമ്മൾ വലിയ വാചകങ്ങൾ ഒറ്റയടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പണികിട്ടുന്നത്. ഈ സങ്കീർണമായ കാര്യങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ചെറിയ വാചകങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. ഇവിടെ നോക്കൂ, നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ വാചകങ്ങളല്ലേ. ഇത് അപ്പടിയെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ ആർക്കായാലും ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ഇതിനെ ഒന്ന് സിമ്പിളാക്കി ചിന്തിച്ചു നോക്കിയേ. ഇംഗ്ലീഷ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ മീ. കണ്ടോ, കാര്യങ്ങൾ എത്ര സിമ്പിളായി. അപ്പോൾ ബുദ്ധിമുട്ടുള്ള മലയാളം ചിന്തകളെ ഇതുപോലെ നിഷ്പ്രയാസം നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഈ കോഡുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഈ സ്ലൈഡ് കാണിച്ചു തരും. ഇതൊരു ഗംഭീര ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ എന്നാൽ ഐ, നീ എന്നാൽ യു, ഇനി ആണ് എന്ന് വരുമ്പോൾ ആം, ഇസ്, ആർ, ചെയ്യും എന്നാണെങ്കിൽ വിൽ, ചെയ്തു എന്നതിന് ഡിഡ്, ചെയ്യുന്നു എന്നതിന് ഡൂയിങ്. കേൾക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നാം, പക്ഷെ വിശ്വസിക്കൂ, ഈ ചെറിയ അടിസ്ഥാന കോഡുകൾ മനസ്സിൽ ഉറപ്പിച്ചാൽ 100 കണക്കിന് വാചകങ്ങളാണ് നിങ്ങൾക്ക് ഒറ്റയടിക്കുണ്ടാക്കാൻ സാധിക്കുക. ഓക്കേ, ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. ആക്ഷൻസ് ആൻഡ് ഡിസയേഴ്സ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് ഫോർമുല ഇതാണ്: ഐ പ്ലസ് ആം പ്ലസ് വെർബിംഗ്. ഇതൊരു കിടിലൻ പ്ലഗ് ആൻഡ് പ്ലേ ഫോർമുലയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ ആ വെർബിന്റെ കൂടെ ing ചേർത്ത് ഈ കോഡിലേക്ക് വെച്ചുകൊടുത്താൽ മാത്രം മതി. സംഗതി ഉഷാർ. ഉദാഹരണത്തിന്, ഞാൻ പഠിക്കുന്നു എന്ന് പറയണമെങ്കിൽ പഠിക്കുക അഥവാ സ്റ്റഡി എന്ന വാക്കിനോടൊപ്പം ഇങ് ചേർത്ത് ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയാം. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു എന്നത് ആം വർക്കിംഗ് എന്നായി മാറും. ഇനിയിപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണെങ്കിലോ ഈ കോഡിലേക്ക് ഈറ്റ് എന്ന വെർബ് ഇട്ടുകൊടുക്കുക. അത്രയുള്ളൂ, ഐ ആം ഈറ്റിംഗ്. എന്തെളുപ്പമാണല്ലേ. ശരി, ഇനി ഇത് എങ്ങനെ വികസിക്കുന്നുവെന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മറ്റുള്ളവരോട് വളരെ എളുപ്പത്തിൽ പറയാനുള്ള ഡെയിലി സ്പീക്കിംഗ് കോഡ് ഇതാണ്: ഐ ലൈക്ക് ഡാഷ്. ഈ കാണുന്ന ഡാഷ് ഇട്ട ഭാഗത്ത് നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് കാര്യവും കൊണ്ടുവന്ന് വയ്ക്കാം. അതായത്, എനിക്ക് ചായ ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ടീ, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ഇംഗ്ലീഷ്. മലയാളത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സിമ്പിൾ കോഡിലേക്ക് മാറുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് കാര്യവും, അത് പാട്ടായാലും സിനിമയായാലും ഭക്ഷണമായാലും, ഇങ്ങനെ ഈ കോഡ് ഉപയോഗിച്ച് പറയാവുന്നതേയുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ ഈസി ഇംഗ്ലീഷ് ഫോർമുല പറഞ്ഞുതരാം. അതായത് ഐ വോണ്ട് ടു പ്ലസ് വെർബ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആവശ്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം സംഭാഷണ സൂപ്പർ പവറാണിത്. ഈ ഉദാഹരണങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഗ്രാമർ ഓർത്ത് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന്. എനിക്ക് പഠിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുമ്പോൾ നേരെ ഐ വോണ്ട് ടു സ്റ്റഡി എന്ന് പറയാം. അതുപോലെ എനിക്ക് പോകണം എന്ന ചിന്ത വളരെ അനായാസം ഐ വോണ്ട് ടു ഗോ എന്ന വാചകമായി മാറുന്നത് കണ്ടില്ലേ? ഒരുപാട് ആലോചിച്ച് തല പൊക്കിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഫ്യൂച്ചർ ആൻഡ് ക്വസ്റ്റ്യൻസ്. നാളെ എന്താണ് സംഭവിക്കുക എന്നും മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കാമെന്നും നോക്കാം. ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വിൽ എന്ന ആ ഒറ്റ വാക്ക് മാത്രം മതി എന്നതാണ്. അതാണ് നമ്മുടെ ഫ്യൂച്ചർ സ്പീക്കിംഗ് കോഡ്, ഐ വിൽ പ്ലസ് വെർബ്. ഫ്യൂച്ചർ ടെൻസിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിലും വലിയൊരു കുറുക്കുവഴി വേറെയില്ല. നോക്കൂ, ഞാൻ വരും എന്ന് പറയാൻ ഐ വിൽ കം. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഒരു ചെറിയ ടൈം കോഡ് കൂടെ ചേർക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നാളെ അഥവാ ടുമോറോ. അപ്പോൾ ഈ വാചകം ഐ വിൽ കം ടുമോറോ എന്നായി മാറും.
ഭാവിയിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായി സംസാരിക്കാൻ എത്ര എളുപ്പമാണെന്നിപ്പോൾ മനസ്സിലായില്ലേ? നമുക്കറിയാം, ഏതൊരു സംഭാഷണവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലേ? അതിനുള്ള താക്കോലാണ് ഈ ക്വസ്റ്റ്യൻ കോഡ് ആർ യു ഡാഷ്. മറ്റൊരാളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശരിക്കും ഇതൊരു മാസ്റ്റർ കീ തന്നെയാണ്. ഈ ഉദാഹരണങ്ങൾ ഒന്ന് നോക്കിയേ. നീ സന്തോഷവാനാണോ എന്ന് ചോദിക്കാൻ വളരെ നേരിട്ട് ആർ യു ഹാപ്പി എന്ന് ചോദിക്കാം. അതുപോലെ നീ ബിസിയാണോ എന്ന് ചോദിക്കാൻ ആർ യു ബിസി. നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാൻ ഈ ചോദ്യ ഫോമാറ്റ് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ അവസാന സെക്ഷനിലെത്തിയിരിക്കുകയാണ്. 5 ഡെയിലി പ്രാക്ടീസ് സെന്റൻസുകൾ. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. ഈ സ്ലൈഡിൽ കാണുന്ന 5 വാചകങ്ങളുണ്ടല്ലോ, അതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. 1. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. 2. ഐ ക്യാൻ സ്പീക്ക് സ്ലോലി. 3. ഐ വിൽ ഇംപ്രൂവ് ഡെയിലി. 4. ഐ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ഇംഗ്ലീഷ്. അവസാനമായി 5. ഐ ആം കോൺഫിഡന്റ്. ഇതെല്ലാം വെറും വാചകങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇംഗ്ലീഷ് പഠനത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്ന പവർഫുൾ ടൂളുകളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ആകെത്തുക എന്താണെന്ന് ചോദിച്ചാൽ, വിരലിൽ എണ്ണാവുന്ന ഈ ചെറിയ കോഡുകൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ 100 കണക്കിന് വാചകങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ്. അതെ, ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് ഇനി നിങ്ങൾക്ക് ഒരു ബാലികേറാ മലയെയല്ല. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശദീകരണം അവസാനിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ഇതിലേത് ഇംഗ്ലീഷ് കോഡായിരിക്കും ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്? ഒപ്പം ഇതുപോലുള്ള മറ്റ് 50 ഡെയിലി കോഡുകളെക്കുറിച്ചോ സ്പീക്കിംഗ് ഷോർട്ട്കട്ടുകളെക്കുറിച്ചോ അടുത്തതായി അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? തീർച്ചയായും പഠനം തുടരുക, ഈ കോഡുകൾ പരിശീലിക്കുക, ഇംഗ്ലീഷ് അനായാസം സംസാരിക്കുക. ഒപ്പം പുതിയൊരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വീണ്ടും കാണാം.